ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പാരൻസും കമ്പനി ഓണേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാണുന്നത് എംസ്പൈ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അവരുടെ ഫോൺ എത്ര നേരം യൂസ് ചെയ്തു, അവർ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്, ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കണേ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നോക്കാൻ പറ്റും. ഈവൺ നിങ്ങളൊരു കമ്പനി ഓണർ ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഈവൺ കപ്പിൾസിന് പോലും പരസ്പരമുള്ള വിശ്വാസം കൂട്ടണമെങ്കിൽ ഈ ഒരു ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ കാലത്ത് ടെക്നോളജി ഒക്കെ ഭയങ്കര അഡ്വാൻസ് ആയതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ യൂസസും അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഏതൊക്കെ ഡിവൈസസിലാണ് അവൈലബിൾ ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ ആൻഡ്രോയിഡും ആപ്പിളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത് ജെയിൽ ബ്രേക്ഡ് ആണെങ്കിലും റൂട്ടഡ് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഈ കാണുന്നത് പോലെ വിൻഡോസിലും മാക്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ എംസ്പൈ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേറ്റ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ ടെക്സ്റ്റ് മെസ്സേജ്, ഐ മെസ്സേജ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ ആൻഡ് വീഡിയോ വ്യൂവർ ഉണ്ട്. ആൻഡ് സ്നാപ്ചാറ്റ്, ടിൻഡർ, ഇമെയിൽ ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈവൺ കോൺടാക്ട്സ് വരെ വ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ കീവേഡ്സ് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ പോപ്പുലർ ആപ്പ് ആയിട്ടുള്ള വാട്സാപ്പ്, മെസ്സഞ്ചർ, സ്കൈപ്പ്, ടെലിഗ്രാം, പിന്നെ ഗൂഗിൾ ചാറ്റ്, ലൈൻ, വൈബർ ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആപ്സ് വ്യൂ ചെയ്യാം. ആപ്സ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാം, വൈഫൈ മോണിറ്റർ ചെയ്യാം, കാലണ്ടർ നോക്കാം, പിന്നെ ഡിസ്കോഡ് നോക്കാം, പിന്നെ ക്യാമറ, ആംബിയൻ റെക്കോർഡിംഗ്, ട്വിറ്റർ, യൂട്യൂബ്, ജിമെയിൽ, പിന്നെ GPS ലൊക്കേഷൻ, ജിയോ ഫെൻസിംഗ്, സ്ക്രീൻ റെക്കോർഡർ, ബ്രൗസർ ഹിസ്റ്ററി, വെബ്സൈറ്റ് ബുക്ക് മാർക്ക്, പിന്നെ ഇൻസ്റ്റഗ്രാം, കിക്ക്, പിന്നെ കീ ലോഗേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോൾ നോക്കാം. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഒറ്റ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളതാണ് കൊസ്റ്റോഡിയോ, ഫ്ലെക്സിസ്പൈ, ബാർക്ക്, ക്ലീവ് ഗാർഡ്, ഉമോബിക്സ്, ഫാമിസേഫ്, IC, സ്കാനറോ. ഈ കാണുന്നത് എംസ്പൈയും ഫ്ലെക്സിസ്പൈയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ ആദ്യത്തെ എംസ്പൈയും രണ്ടാമത്തെ ഫ്ലെക്സിസ്പൈ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറേ ഫീച്ചേഴ്സ് ഫ്ലെക്സിസ്പൈയിൽ അവൈലബിൾ അല്ല. അതായത് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ എംസ്പൈയിലാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഇനി കൊസ്റ്റോഡിയോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എംസ്പൈ എത്രയോ ഭേദമാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറേ ഫീച്ചേഴ്സ് എംസ്പൈയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈവൺ ക്ലീവ് ഗാർഡ് എടുത്ത് നോക്കിയാൽ പോലും അതിൽ കുറച്ച് സിമിലർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും അതിൽ അവൈലബിൾ അല്ല. ഇനി ബാർക്ക് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ. അത് മാത്രമല്ല, ബാർക്ക് ആകെ US മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ എംസ്പൈ വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. ഇനി ഞാൻ അധികം സമയം കളയുന്നില്ല, ഡയറക്റ്റ് ആപ്ലിക്കേഷന്റെ യൂസേഴ്സ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇനി മുതലെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം അത്രയും അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും മുകളിൽ നമ്മുടെ ID കാണാൻ പറ്റും. പിന്നെ അടിയിൽ ടാർഗറ്റ് ഫോൺ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ആഡ് ന്യൂ ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഡിവൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെയാണ് നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഓർ എംപ്ലോയീസിന്റെ ഒക്കെ ഡിവൈസസ് ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഡാഷ്ബോർഡ് ആണ്. അതാണ് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ആദ്യം തന്നെ ആഡ് ചെയ്ത ഡിവൈസിന്റെ ആക്ടിവിറ്റി ഗ്രാഫ് ആയിട്ട് കാണാം. അതായത് ബ്രൗസർ ഹിസ്റ്ററി, GPS ലൊക്കേഷൻ, ടെക്സ്റ്റ് മെസ്സേജ്, വാട്സാപ്പിന്റെ ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് തൊട്ടടിയിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് ചെയ്ത കോൺടാക്ട്സ്, കോൾ ചെയ്ത കോൺടാക്ട്സ്, പിന്നെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സും കാണാം. ഇവിടെ നെയിം, നമ്പർ, വെബ്സൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അത് എത്ര വട്ടം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെന്നും കാണാം. ഇനി അടുത്ത് ലാസ്റ്റ് പോയ ലൊക്കേഷൻസ് ആണ്. ആ ലൊക്കേഷൻസിന്റെ അഡ്രസ്സും ഡേറ്റും ടൈമും ഒക്കെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ കറന്റ് ലൊക്കേഷൻ ഇതേപോലെ സൂം ചെയ്ത് നോക്കാനും പറ്റും. ഇതിന്റെ തൊട്ടടിയിൽ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. അതായത് അക്കൗണ്ട് ടൈപ്പ് ഏതാണ്, എക്സ്പയറി ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ ഓട്ടോ റിന്യൂവൽ വേണോ, പിന്നെ റിന്യൂ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ആഡ് ചെയ്ത ഡിവൈസിന്റെ ഇൻഫർമേഷൻ കാണാം. അതായത് ബാറ്ററി പെർസെന്റേജ്, വൈഫൈ ആൻഡ് ഡാറ്റ ഓൺ ആണോ ഓഫ് ആണോ, അതിന്റെ വേർഷൻ, IMEI കോഡ്, പിന്നെ ഓപ്പറേറ്റർ നെയിം. ഇപ്പൊ കണ്ടത് ഡാഷ്ബോർഡിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇനി ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന്റെ തൊട്ടടുത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിംഗ്, ഡിവൈസ് മാനേജ്മെന്റ്, സെറ്റിംഗ്സ്, FAQ ആൻഡ് ചാറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ആദ്യം തന്നെ കോൺടാക്ട്സ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും കാണാൻ പറ്റും. അത് മാത്രമല്ല, റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു കോൺടാക്റ്റിന്റെ പേര്, നമ്പർ, ഇമെയിൽ ഒക്കെ നമുക്ക് കാണാം. ഇനി അടുത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു കലണ്ടർ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് നമുക്ക് നോക്കണ്ടേ, അതാണോ ലാസ്റ്റ് 60 ഡേയ്സ് ആണോ, ലാസ്റ്റ് 30 ഡേയ്സ് ആണോ, അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഓരോ കോൺടാക്ട്സിൽ നിന്ന് വന്ന മെസ്സേജസ് ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. വല്ല ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ സ്ക്രീനിൽ നോക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ഐക്കൺ ഉണ്ട്. അതുപോലെ തന്നെ അടിക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എല്ലാ മെസ്സേജും നോക്കാൻ പറ്റും. എല്ലാ മെസ്സേജിലും അത് സെൻഡ് ചെയ്ത ഡേറ്റും ടൈമും കാണാൻ പറ്റും. ഈ ഒരു ഫീച്ചർ പ്രത്യേകിച്ച് പാരന്റ്സിനും കപ്പിൾസിനും യൂസ്ഫുൾ ആവും. ഇത് മാത്രമല്ല, അടുത്ത ഫീച്ചർ ആയിട്ടുള്ള കോൾസും അവർക്ക് യൂസ്ഫുൾ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും മുകളിൽ നേരത്തെ അതേ ഫിൽറ്ററിംഗ് ഓപ്ഷൻ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്റ്റേറ്റ് കാണാൻ പറ്റും. അതായത് മിസ്ഡ് കോൾ ആണോ, ഔട്ട് ഗോയിങ് ആണോ, ഇൻകമിംഗ് ആണോ എന്നൊക്കെ ഇവിടെ അറിയാം. പിന്നെ ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് അറിയാം. പിന്നെ അവരുടെ പേര്, എത്ര നേരം സംസാരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മാറ്റി എന്നുള്ള കോൺടാക്ട് ആണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു ഡേറ്റും ടൈമും അറിയാം. ഇനി അടുത്തത് ഇവന്റ്സ് ആണ്. ഇവിടെയും സെയിം ഫിൽറ്ററിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ഇവന്റും ടൈറ്റിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ ആ ഒരു ഇവന്റ് എന്താന്നുള്ള ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. പിന്നെ അടുത്ത് ചില ഇവന്റ്സിനൊക്കെ ലൊക്കേഷൻ അഡ്രസ് ആയിട്ട് കൊടുത്ത് കാണാം. പിന്നെ ആ ഒരു ഇവന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ, എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യണേ എന്നുള്ള ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഫോട്ടോസ് ആണ്. ഇവിടെയും ഫിൽറ്ററിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ എടുത്ത എല്ലാ ഫോട്ടോസും കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വ്യൂ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോസ് ഡൗൺലോഡും ചെയ്യാം. ഓരോ ഫോട്ടോസ് എടുത്ത ഡേറ്റും ടൈമും ഓരോ
ഫോട്ടോൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസ് ആണ്. ഇവിടെയും സെയിം ഫിൽറ്ററിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ എടുത്ത എല്ലാ വീഡിയോസും കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം, ഫുൾ സ്ക്രീൻ ആക്കാം, മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ക്യാപ്ഷൻസ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാം, പ്ലേ ബാക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം, പിന്നെ പിക്ചർ ഇൻ പിക്ചർ ആക്കാൻ പറ്റും. ഇനി അടുത്ത് വൈഫൈ ആണ്. ഇവിടെയും ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടിയിൽ BSSID കാണാൻ പറ്റും, നെയിം കാണാൻ പറ്റും, അത് എപ്പോഴാണ് കണക്ട് ചെയ്തത് അതിന്റെ ഡേറ്റും ടൈമും കാണാം, അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാണാൻ പറ്റും. ഇനി അടുത്തത് കീവേഡ് ട്രാക്കിംഗ് ആണ്. ഇത് പ്രത്യേകിച്ച് പാരന്റ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് ആദ്യം തന്നെ റൂൾസിന്റെ ടാബ് ഉണ്ട്. ഇവിടെ നമുക്കൊരു റൂൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു കീവേഡ് അല്ലെങ്കിൽ ഫ്രേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൂസ് ഫീച്ചേഴ്സിൽ ഏത് ആപ്പ് വേണമെന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇമെയിൽ വഴി വേണോ വേണ്ടെന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾ ആ ഒരു പെർട്ടിക്കുലർ വേർഡ് എവിടെ യൂസ് ചെയ്താലും ഡിറ്റക്റ്റഡ് കീവേഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അടുത്ത ഫീച്ചർ കീ ലോഗർ ആണ്. ഇവിടെ ഏറ്റവും മുകളിൽ ഏത് ആപ്പ് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ആപ്പിന്റെ നെയിം കാണാം. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ അത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമും കാണാം. സോ ബേസിക്കലി കീ ലോഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കീസ് ടൈപ്പ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തത് ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ്. ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആപ്പിന്റെ ഐക്കൺസ് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിന്റെ ആപ്പിന്റെ നെയിമും റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. സോ പാരന്റ്സിനൊക്കെ കുട്ടികളുടെ ഫോണിൽ അവർ ഏതൊക്കെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഇതേപോലെ അറിയാൻ പറ്റും. ഇനി അടുത്ത ലൊക്കേഷൻ കാറ്റഗറിയിൽ ആദ്യം തന്നെ GPS ലൊക്കേഷൻസ് ഉണ്ട്. ഇവിടെയും ഫിൽറ്ററിംഗ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ആക്യുറസി, മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യൂ ഓൺ ഗൂഗിളിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിൽ ആ ഒരു ലൊക്കേഷൻ ഓപ്പൺ ആയി വരും. പിന്നെ ആ ഒരു ലൊക്കേഷന്റെ അഡ്രസ്സ്, അവിടെ എത്തിയിട്ടുള്ള ഡേറ്റും ടൈമും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ കറന്റ് ലിസ്റ്റ് വ്യൂയിലാണ് ഇരിക്കുന്നത്. നമ്മൾ മാപ്പ് വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാപ്പിലൂടെ അത് കാണാൻ പറ്റും. ഇനി അടുത്ത് ജിയോ ഫെൻസിംഗ് ആണ്. ഇത് കുറേ പേർക്കൊക്കെ ഓൾറെഡി അറിയുണ്ടാവും. നമുക്കിവിടെ അലൗഡ് ഏരിയയും റെസ്ട്രിക്റ്റഡ് ഏരിയയും അടിയിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അലൗഡ് ഏരിയ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് നമുക്ക് എഡിറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അലൗഡ് ഏരിയ ആണ് ഈ കാണുന്നത്. അതായത് അലൗഡ് ഏരിയയുടെ പുറത്ത് പോയാലും റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ എത്തിയാലും നമുക്ക് അറിയാൻ പറ്റും. ഇത് പാരന്റ്സിനും ഈവൻ കപ്പിൾസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ഇനി അടുത്ത് സോഷ്യൽ നെറ്റ്വർക്സിന്റെ സെക്ഷൻ ആണ്. ഇവിടെ ആദ്യം തന്നെ വാട്സാപ്പ് ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ വാട്സാപ്പിന്റെ മെസ്സേജസ്, കോൺടാക്ട്സ്, പിന്നെ ആരൊക്കെ കോൾ ചെയ്തെന്ന് ഇവിടെ കാണാൻ പറ്റും. ആ കോൾ ചെയ്ത ടൈമും കോൾ ചെയ്ത ഡേറ്റും എത്ര നേരം കോൾ ചെയ്തെന്ന് അറിയാൻ പറ്റും. പിന്നെ കോൺടാക്ട്സിന് മേലെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ കോൺടാക്റ്റിന്റെ പേരും നമ്പറും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി മെസ്സേജസ് എടുക്കുകയാണെങ്കിൽ ഓരോ കോൺടാക്റ്റിൽ അയച്ച മെസ്സേജസ്, അതിലത്തെ ഫോട്ടോ, അത് നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാം. പിന്നെ വേണമെങ്കിൽ ഡൗൺലോഡും ചെയ്യാം. പിന്നെ ഓരോ മെസ്സേജസ് അയച്ച ഡേറ്റും ടൈമും നമുക്കിവിടെ കാണാം. ഫുള്ള് ചാറ്റ് ഹിസ്റ്ററി ഇവിടെ അറിയാൻ പറ്റും. പാരന്റ്സിനൊക്കെ വേണമെങ്കിൽ കുട്ടികൾ ആർക്കൊക്കെ മെസ്സേജ് അയക്കണമെന്ന് നോക്കാൻ പറ്റും. പിന്നെ കപ്പിൾസിനൊക്കെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണമെങ്കിൽ ഇതേപോലെ അവർ അയക്കണ മെസ്സേജസ് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത് കിക്ക് ആപ്പ് ആണ്. അതിൽ നമുക്ക് ഇതേപോലെ കോൺടാക്ട്, യൂസർ നെയിം, അതുപോലെ തന്നെ മെസ്സേജസ് അയച്ചതൊക്കെ കാണാൻ പറ്റും. ഇനി അടുത്ത് ടെലിഗ്രാം എടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ഇതേപോലെ കോൺടാക്ട്സും അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ കാണാൻ പറ്റും. ഇനി വൈബറിലാണെങ്കിൽ അതിൽ കോൾ ഉണ്ട്. അതിൽ ആരെയാണ് വിളിച്ചത്, എത്ര നേരം വിളിച്ചു, ഏത് ദിവസമാണ് വിളിച്ചത്, അതിന്റെ ടൈം ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കോൺടാക്ട്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെസ്സേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയച്ച മെസ്സേജ് ഒക്കെ കാണാം. ഇനി ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ടിൻഡർ, ലൈൻ, സ്നാപ്ചാറ്റ്, ഹാങ് ഔട്ട്, സ്കൈപ്പി, ഇതിലൊക്കെ നമുക്ക് മെസ്സേജസ്, കോൺടാക്ട്സ്, കോൾസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഡിവൈസിലത്തെ ആപ്പൊക്കെയാണ് കാണുന്നത്. അല്ലാണ്ട് ഈ ആപ്പ് മാത്രമല്ല ഉണ്ടാവുക. നിങ്ങൾ ഏത് ഡിവൈസാണ് ആഡ് ചെയ്യണേ അതിലുള്ള എല്ലാ ആപ്സും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. പിന്നെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമത്തെ മെസ്സേജിലെ ഓരോ കോൺടാക്റ്റിന്റെ യൂസർ നെയിമും അതിൽ ആർക്കൊക്കെ മെസ്സേജസ് അയച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഇതിലും കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഫേസ്ബുക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂസർ നെയിംസും അതുപോലെ തന്നെ അതിൽ കോൺടാക്ട്സിൽ അയച്ച മെസ്സേജസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ എല്ലാ സോഷ്യൽ നെറ്റ്വർക്സിലും നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മീഡിയ ഫുൾ സ്ക്രീനിൽ കാണാനും പറ്റും, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത സ്ക്രീൻ റെക്കോർഡർ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഏത് ആപ്പാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലുള്ള ചാറ്റ്സ് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇവിടെ ആപ്പിന്റെ പേര്, ഡേറ്റ്, ടൈം, പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വാട്സാപ്പ് മാത്രമല്ല, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഇതേപോലെ കിട്ടും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പാരൻസിനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ യൂസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്സ് വരാൻ പോണേ. ആദ്യം തന്നെ ഇന്റർനെറ്റ് യൂസേജിൽ ബ്രൗസർ ഹിസ്റ്ററിയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓരോ വെബ്സൈറ്റ് പോയിന്റും URL നമുക്ക് ഇവിടെ കിട്ടും. ഇനി ആ ലിങ്കിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇതേപോലെ വ്യൂ ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, അത് ലാസ്റ്റ് വിസിറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, പിന്നെ എത്ര തവണ അത് വ്യൂ ചെയ്ത് നോക്കാം നമുക്ക് കാണാം. ഇനി അടുത്ത ഓപ്ഷൻ ബ്രൗസർ ബുക്ക് മാർക്സ് ആണ്. അതായത് ഇവർ ഏതൊക്കെ ബ്രൗസർ ബുക്ക് മാർക്ക് ചെയ്തെന്ന് ഇവിടെ അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ വെബ്സൈറ്റ് ടൈറ്റിൽ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ആ വെബ്സൈറ്റിന്റെ URL ഉണ്ട്. ഇനി അടുത്തത് ഇമെയിൽ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മുകളിൽ ലെഫ്റ്റിൽ ഫിൽറ്ററിന്റെ ചെറിയൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമെയിൽ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം.
പിന്നെ ഇമെയിലിൻ്റെ സോഴ്സും ഫോൾഡറും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒരു ഇമെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മെയിൽ കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഇമെയിലിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ആർക്കാണ് സെൻഡ് ചെയ്തത്, എവിടെ നിന്നാണ് സെൻഡ് ചെയ്തത്, അതിൻ്റെ സബ്ജക്റ്റ്, ഡേറ്റ്, ടൈം ഒക്കെ കാണാം. പിന്നെ അതിലുള്ള ആ കണ്ടന്റ് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇനി റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞുള്ള സെക്ഷനിൽ ആദ്യം തന്നെ ബ്ലോക്ക് വൈഫൈ ആണ്. ഇത് പാരൻസിനും കമ്പനി ഓണേഴ്സിനും മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വൈഫൈയിലത്തെ പോലെ BSSID, നെയിം, കണക്റ്റഡ് അറ്റ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ ഇവിടെ കാണാം. അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വൈഫൈ ബ്ലോക്ക് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അൺബ്ലോക്ക് ചെയ്യാനും പറ്റും. സോ ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത ഡിവൈസിലത്തെ വൈഫൈന്റെ ആക്സസ് എപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ബ്ലോക്ക് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്ക് ഫിൽറ്റർ ചെയ്ത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ URL കാണാൻ പറ്റും. അവിടെ ബ്ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ അത് അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രത്യേകിച്ച് പാരൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് കുട്ടികളൊക്കെ ചില വെബ്സൈറ്റിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിപ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ആണെങ്കിലും അല്ലാത്ത ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ബ്ലോക്ക് ചെയ്യാം. ഈവൺ ഇത് കുറേ കമ്പനീസിന് യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. ഇനി അടുത്ത് ബ്ലോക്ക് ആപ്ലിക്കേഷൻസ് ആണ്. ഇവിടെയും ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ആപ്പിന്റെ ഐക്കൺ കാണാൻ പറ്റും. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ പേര് കാണാം. അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാം. ഇതും പാരൻസിനൊക്കെ കുട്ടികളുടെ ഫോണിൽ സെർട്ടൈൻ ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് എക്സാംസിന്റെ ഒക്കെ സമയമാകുമ്പോൾ അവരുടെ ഫോണിൽ നിന്ന് ഗെയിംസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ബ്ലോക്ക് ചെയ്തിടാം. ഇപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇനി ഇതിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക, ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ ഗൂഗിൾ വഴി ആദ്യം സൈൻ ഇൻ ചെയ്യുക. ആദ്യമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കണവർ ഇങ്ങനെ ചെയ്യുക. അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞവർ ലോഗിൻ കൊടുത്താൽ മതി. ലോഗിൻ ആയി കഴിഞ്ഞാൽ ഏത് ഡിവൈസും മോണിറ്റർ ചെയ്യേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്താൽ മതിയെങ്കിൽ ഡിസൈഡ് ലേറ്റർ കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് പ്ലാൻ സെലക്ട് ചെയ്യലാണ്. നമുക്ക് 3 പ്ലാനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 month, 3 months ആൻഡ് 12 months. ഇതിലെല്ലാ പ്രീമിയം ഫീച്ചേഴ്സും കിട്ടും. iOS ആൻഡ് ആൻഡ്രോയിഡ് ഡിവൈസസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇൻവിസിബിൾ മോഡും ഉണ്ട്. ഒരു മാസത്തിന്റെ പ്ലാൻ വാങ്ങിക്കുകയാണെങ്കിൽ 2310 രൂപയാണ് വരിക. അടിയിൽ ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ലാതെ ഇവിടെ 3 മാസത്തിന്റെ പ്ലാൻ ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. ഇതിൽ സെയിം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും മാസം 1306 രൂപയെ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് മാസത്തെ യൂസ് മാത്രമുള്ളവരാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല പ്ലാൻ. പക്ഷേ ലോങ് ടേം ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ 12 months, അതായത് 1 ഇയറിന്റെ പ്ലാൻ എടുക്കുക. ഇത് കാരണം വേറെ ഒന്നുമല്ല, സെയിം ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് മാസം വരുന്ന ചെലവ് 548 രൂപ മാത്രമാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും നല്ല പ്ലാൻ ഇത് തന്നെയാണ്. പ്ലാൻ വാങ്ങിക്കാനായിട്ട് ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് കാർഡ് വഴി പേയ്മെന്റ് നടത്തിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് ആക്ടിവേഷൻ കോഡ് കിട്ടുന്നതിനൊപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. സോ താല്പര്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വല്ല ഡൗട്ട്സിനായി കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.